തീപിടിച്ച വാൻഹായ് കപ്പൽ ചെരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ 10 ഡിഗ്രിയാണ് കപ്പൽ ചെരിഞ്ഞിട്ടുള്ളത്. തീയുടെ ശക്തി കൂടിയതോടെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി. കൊച്ചിയിൽ നിന്ന് എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരും. ഷുക്കൂർ, രാവിലെ ഡിഫൻസ് PRO സംസാരിച്ചപ്പോൾ കപ്പൽ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്, തീ നിയന്ത്രണ വിധേയമല്ലെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കപ്പൽ ചെരിയാൻ കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളായി പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ നീക്കങ്ങൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഉണ്ടാകും? ഇനി കപ്പൽ ചെരിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഷുക്കൂർ? ജിൽസി, സമുദ്രപ്രഹരി, സാജേദ് എന്നീ 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകളാണ് അവിടെ പ്രധാനമായും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവിടുത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രധാനമായും വെള്ളമടിച്ച് ഈ കപ്പലിലെ തീ അണയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ അവിടെയുള്ള സാഹചര്യം പൂർണ്ണമായി നിയന്ത്രണ വിധേയമല്ല എന്ന് തന്നെ പറയാം. അതായത് സമ്പൂർണ്ണമായി ഈ കപ്പലിലെ സാധനങ്ങൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെയുണ്ട്. ഏറ്റവും അവസാനമായി പുറത്തു വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കപ്പലിൻ്റെ, അതായത് കത്തുന്ന കപ്പലിൻ്റെ 50 മീറ്റർ അകലെ നിന്ന് മാത്രമാണ് ഇവർക്ക് വെള്ളമടിക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും കപ്പൽ 10 ഡിഗ്രി ആയിരുന്നു നേരത്തെ ചരിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് 16 ഡിഗ്രിയിലധികം ചെരിഞ്ഞു എന്നുള്ളതാണ് അനൗദ്യോഗികമായ വിവരം. ആ അർത്ഥത്തിൽ കൂടുതൽ തീയും പുകയും വരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു സാൽവേജ് മാസ്റ്റർ അടങ്ങുന്ന സമർത്ത് എന്ന പുതിയ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു കപ്പൽ കൂടി അങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. തീ അണഞ്ഞാൽ മാത്രമേ അവിടെ അതിനകത്തേക്ക് കയറാനോ കാണാതായ 4 പേരെ തിരച്ചിൽ നടത്താനോ മറ്റോ സാധിക്കൂ. അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. 10 ഡിഗ്രി ചെരിഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒപ്പം തന്നെ തീയും കൂടുതലായി ഉയരുന്നു, പുകയും ഉയരുന്നു എന്നുള്ള ഒരു അപകടകരമായ സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. എന്തായാലും ഇപ്പോൾ വാൻഹായ് കപ്പൽ 10 ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കണ്ടെയ്നറുകൾ കൂടുതലായി കടലിൽ പതിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അത്യന്തം ദുഷ്കരമായി രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്.